ബിരിയാണി അതൊരു വികാരം തന്നെയാണല്ലേ. പണ്ട് ഞാൻ ബിരിയാണി റൈസ് മാത്രമേ കഴിക്കത്തുണ്ടായിരുന്നുള്ളൂ, പീസ് കഴിക്കത്തില്ല കേട്ടോ. ഇപ്പം പീസും കഴിക്കും, റൈസും കഴിക്കും, എല്ലാം കഴിക്കും. ഇന്നിപ്പോൾ കുറേ നാളായിട്ട് പെൻഡിങ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ബില്ലി ഗോട്ട് ബിരിയാണി കഴിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. കഴക്കൂട്ടത്താണ് ഈ ഒരു ബിരിയാണി. കുറേ നാളുകൊണ്ട് കരുതുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം നോർത്തിൽ പോയിട്ട് വന്ന് ഇനി പെൻഡിങ് കഴിക്കാൻ ബാക്കിയുള്ള ഒരേ ഒരു സാധനം ബിരിയാണിയാണ്. ഇന്നിപ്പോൾ നേരെ ഇവിടെ വന്നിട്ട് കഴിക്കാമെന്നങ്ങ് കരുതി കേട്ടോ. ആക്ച്വലി എനിക്കും വേദയ്ക്കും ചിക്കൻ ബിരിയാണിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇവിടുത്തെ മട്ടൺ ബിരിയാണിയാണ് സ്പെഷ്യൽ. ബില്ലി ഗോട്ടിൽ വന്നാൽ ബില്ലി ഗോട്ട് ബിരിയാണിയല്ലേ കഴിക്കേണ്ടത്. എന്നാൽ പിന്നെ ഗോട്ട് ബിരിയാണി, മട്ടൺ ബിരിയാണി തന്നെ കഴിക്കാമെന്ന് കരുതി 2 മട്ടൺ ബിരിയാണി പറഞ്ഞു. പക്ഷേ വേദയ്ക്ക് എന്ത് സംഭവിച്ചാലും ചിക്കൻ മതി. അതുകൊണ്ട് വേദ ഗീ റൈസും അവിടെ ഒരു കേത്തൽസ് പോലത്തെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, അതും വേദയ്ക്ക് ഓർഡർ ചെയ്തായിരുന്നേ. ബിരിയാണി ഞാൻ ചിക്കൻ അല്ലാതെ കഴിക്കുന്നത് ഒന്ന് ഫുഡ് ടെക്സ്റ്റിലെ പോത്ത് ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൈ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇപ്പോൾ ഇവിടെ വന്ന് ഈ ബില്ലി ഗോട്ട് ബിരിയാണി കഴിച്ചപ്പോൾ സൂപ്പർ, ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളി ബിരിയാണി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബില്ലി ഗോട്ടിൽ വന്നാൽ ബില്ലി ഗോട്ട് ബിരിയാണി തന്നെ കഴിക്കുക, ചിക്കൻ ബിരിയാണി കഴിക്കരുത്. നല്ലൊരു സാധനമാണ്. ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റ് എനിക്കറിയില്ല. ബില്ലി ഗോട്ട് ബിരിയാണി സൂപ്പറാണ്. അധികം മസാലകളൊന്നുമില്ല എങ്കിൽ തന്നെയും ആ മസാലയുടെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു നല്ല ബിരിയാണി. നല്ല സോഫ്റ്റായിട്ടുള്ള കുറേ പീസസ് ഉണ്ടായിരുന്നു. എല്ലല്ല പീസസ് ഉണ്ടായിരുന്നു. മിക്കവാറും കടകളിൽ ബിരിയാണി വാങ്ങുമ്പോൾ എല്ലിൻ്റെ കൂടെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു പീസസ് 1-2 കൂടി പോയാലും 3 പീസ് അതിലുണ്ടാവും. പക്ഷേ ഇതിൽ പീസസ് മാത്രമായിട്ടുണ്ടായിരുന്നു. അതിലൊരു കുഞ്ഞെല്ലിൻ്റെ പീസ് മാത്രമായിട്ടാണ് എനിക്ക് കിട്ടിയത്. നല്ല ബിരിയാണി, ഒന്ന് പോയി ട്രൈ ചെയ്യുക. അവിടെ പോയി കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ബാക്കി നിങ്ങൾ കഴിക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് വൈകുന്നേരം ഞം അടിക്കണ്ടേ, അതുകൊണ്ട് നേരെ റോബിൻ ചേട്ടൻ്റെ കടയിൽ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയിട്ട് എന്താണ് ഞമ്മിനെന്ന് ചോദിച്ചാൽ ഉച്ചയ്ക്ക് ഗംഭീരമായിരുന്നെങ്കിൽ വൈകുന്നേരം വളരെ ദരിദ്രമായിരുന്നു കേട്ടോ. ഈ വീട്ടിൽ ഉച്ചയ്ക്ക് മീനൊന്നും വാങ്ങിച്ച് വച്ചില്ല എങ്കിൽ വലിയ ബുദ്ധിമുട്ടാട്ടോ. വൈകുന്നേരം കറി ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കി, കുറച്ച് ദോശമാവിരുന്നു. ആ ദോശമാവ് എടുത്തപ്പോഴേക്കും ദോശയ്ക്ക് തികയത്തില്ല. പിന്നെ അതിൽ കുറച്ച് ഗോതമ്പ് മാവ് കൂടി മിക്സ് ചെയ്തിട്ട് ഗോതമ്പ് ദോശയാക്കി ഞാൻ സെറ്റ് ചെയ്തു. ഇപ്പോൾ കറി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. പുട്ടോ ചപ്പാത്തിയോ ദോശയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. കറി ഇല്ലെങ്കിലാണ് പാട്. അതിനോടൊപ്പം കഴിക്കാൻ കറിയോട് ഉണ്ടാക്കണ്ടേ, അതൊരു വലിയ ടാസ്ക് കേട്ടോ. ഇത് നാളത്തേക്ക് വേണ്ടിയിട്ട് ചോറ് റൈസ് കുക്കറിൽ വയ്ക്കുക കേട്ടോ. നമ്മളിവിടെ ചമ്പാവരി, അതായത് മട്ട അരിയാണ് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് വേവുള്ളത് കൊണ്ട് തലേ ദിവസം വൈകുന്നേരമേ ഇട്ട് വയ്ക്കും. രാവിലെ വേദയ്ക്ക് സ്കൂളിൽ കൊടുത്ത് വിടണമെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ രാവിലെ ഇടത്തുള്ളൂ, ഉച്ചയാകുമ്പോൾ സെറ്റാവും. അപ്പോൾ എന്തായാലും ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു, രാവിലെ അപ്പവും ബീഫ് കറിയായിരുന്നു കേട്ടോ. അതും പുറത്തുനിന്ന് വാങ്ങിയതാണ്. ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ബിരിയാണി കഴിച്ചു. വൈകിട്ട് ഡിന്നർ എന്ന് പറയുന്നത് ഗോതമ്പ് ദോശയും മുളക് ചമ്മന്തിയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ കാര്യം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്.